ആദം നബി അലൈഹിസ്സലാംക്ക് ശേഷം നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ മനുഷ്യർക്കിടയിൽ വിഗ്രഹാരാധനയും തിന്മകളും പടർന്നു പിടിച്ചു. വദ്, സുവ, യഗൂത്ത്, യൂഹ്, നസ്ർ തുടങ്ങിയ വിഗ്രഹങ്ങളെ ദൈവങ്ങളായി കണ്ട് അവർ ആരാധിക്കാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണ് നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടത്. തനിക്ക് ലഭിച്ച ദിവ്യ സന്ദേശവുമായി അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് അദ്ദേഹം അവരോട് കേണു പറഞ്ഞു. എന്നാൽ അവിശ്വാസികളായ പ്രമാണിമാർ അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി. അവർ പറഞ്ഞു, നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ? താഴ്ന്ന വിഭാഗത്തിലുള്ളവരല്ലേ നിന്നെ പിന്തുടരുന്നത്? തന്റെ ജനതയുടെ പരിഹാസങ്ങൾക്കിടയിലും ഏകദേശം 950 വർഷത്തോളം അദ്ദേഹം തന്റെ പ്രബോധനം തുടർന്നു. പകൽ സമയത്ത് പരസ്യമായും രാത്രികാലങ്ങളിൽ രഹസ്യമായും അദ്ദേഹം അവരോട് സംസാരിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന പരലോക ശിക്ഷയെക്കുറിച്ചും അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം ജനങ്ങൾ തങ്ങളുടെ ചെവിയിൽ വിരലുകൾ തിരുകുകയും വസ്ത്രം കൊണ്ട് മുഖം മൂടുകയും ചെയ്തു. കാലം ഇത്രയധികം കടന്നുപോയിട്ടും വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വാസത്തിന്റെ പാതയിലേക്ക് വന്നുള്ളൂ. ജനതയുടെ ധിക്കാരവും അക്രമവും പരിധി വിട്ടപ്പോൾ തന്റെ ജനത ഇനി നന്നാകില്ലെന്ന് ബോധ്യപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥ, ഈ ഭൂമിയിൽ അവിശ്വാസികളിൽ ഒരാളെപ്പോലും നീ ബാക്കി വെക്കരുതേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കാനായി ഒരു വലിയ കപ്പൽ നിർമ്മിക്കാൻ അല്ലാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ നിർദ്ദേശപ്രകാരം അദ്ദേഹം കപ്പൽ പണി ആരംഭിച്ചു. കടലോ പുഴയോ പോലുമില്ലാത്ത വരണ്ട പ്രദേശത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട ജനങ്ങൾ അദ്ദേഹത്തെ ക്രൂരമായി കളിയാക്കി. നൂഹിന് പ്രവാചകത്വം പോയിട്ട് ഇപ്പോൾ ആശാരിപ്പണി തുടങ്ങിയോ എന്നവർ ചോദിച്ചു, പരിഹസിച്ചു. എന്നാൽ അവരുടെ പരിഹാസങ്ങൾക്കൊന്നും മറുപടി നൽകാതെ അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയുടെ അടയാളം പ്രകടമായി. അടുപ്പുകളിൽ നിന്ന് വെള്ളം കുതിച്ചു ചാടാൻ തുടങ്ങി. ഓരോ ഇനം ജീവിവർഗത്തിൽ നിന്നും ആണിനെയും പെണ്ണിനെയും ഉൾപ്പെടെ ഓരോ ജോഡികളെയും, കൂടാതെ തന്നിൽ വിശ്വസിച്ച ചുരുക്കം മനുഷ്യരെയും കപ്പലിൽ കയറ്റാൻ അല്ലാഹു കൽപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം എല്ലാവരെയും പെട്ടകത്തിലേക്ക് ആനയിച്ചു. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. പേമാരി പെയ്തിറങ്ങി. ഭൂമിയുടെ ഉള്ളറകളിൽ നിന്ന് ഉറവകൾ പൊട്ടിത്തെറിച്ചു. നിമിഷനേരം കൊണ്ട് ഭൂമി വെള്ളത്തിനടിയിലായി. കൂറ്റൻ തിരമാലകൾക്കിടയിലൂടെ കപ്പൽ നീങ്ങിത്തുടങ്ങി. ആ സമയത്താണ് തന്റെ മകൻ കനാൻ ഒരു കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറുന്നത് നൂഹ് നബി അലൈഹിസ്സലാം കണ്ടത്. അത്യധികം വേദനയോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയ മകനെ, ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറൂ, അവിശ്വാസികളോടൊപ്പം നശിക്കരുതേ. എന്നാൽ അഹങ്കാരിയായ മകൻ മറുപടി നൽകിയത്, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഏതെങ്കിലും മലമുകളിൽ അഭയം തേടിക്കൊള്ളാം എന്നായിരുന്നു. നോക്കി നിൽക്കെ ഒരു വലിയ തിരമാല വന്ന് അവനെ കൊണ്ടുപോയി. പ്രവാചകന്റെ മകനും ഭാര്യയും പോലും അവിശ്വാസികളായതിനാൽ പ്രളയത്തിൽ മുങ്ങിമരിച്ചു. രക്തബന്ധത്തേക്കാൾ വലുത് സത്യവിശ്വാസമാണെന്ന വലിയ പാഠം അവിടെ ലോകത്തിന് ലഭിച്ചു. മാസങ്ങളോളം ആ മഹാപ്രളയം നീണ്ടുനിന്നു. ഭൂമിയിലെ അവിശ്വാസികളെല്ലാം നശിച്ചു. പിന്നീട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശം മഴ നിർത്തി. ഭൂമി വെള്ളം വലിച്ചെടുത്തു. നൂഹ് നബി അലൈഹിസ്സലാമുടെ കപ്പൽ സുരക്ഷിതമായി ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. കപ്പലിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി പുതിയൊരു ലോകത്തിന് അടിത്തറയിട്ടു. മനുഷ്യവംശത്തിന്റെ രണ്ടാമത്തെ തുടക്കമായിരുന്നു അത്. കപ്പലിൽ രക്ഷപ്പെട്ടവരിലൂടെയാണ് പിന്നീട് ലോകം മുഴുവൻ മനുഷ്യർ വ്യാപിച്ചത്. അചഞ്ചലമായ വിശ്വാസവും ക്ഷമയുമുണ്ടെങ്കിൽ അല്ലാഹു തന്റെ ദാസന്മാരെ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുമെന്ന പ്രത്യാശ നൽകിക്കൊണ്ടാണ് ഈ ചരിത്രം അവസാനിക്കുന്നത്.